തിരഞ്ഞെടുപ്പ് തിരക്കൊഴിഞ്ഞതോടെ മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള തിരക്കിലാണ്. വിപണിയിൽ വിഷുവിന്റെ തിരക്കേറിയതോടെ പടക്ക വിപണിയും സജീവമാണ്. പൂത്തിരി, മാലപ്പടക്കം, മേശാപ്പൂ, ചക്രം, റോക്കറ്റ് തുടങ്ങിയ പതിവ് ഐറ്റങ്ങൾക്കൊപ്പം ഇത്തവണ നിരവധി ചൈനീസ് വെറൈറ്റികളും വിപണിയിലെത്തിയിട്ടുണ്ട്. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകളിലും ക്ഷേത്ര പരിസരങ്ങളിലും പടക്കം പൊട്ടിക്കൽ പതിവായതിനാൽ വിവിധ തരത്തിലുള്ള പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പടക്കത്തിന്റെ മൊത്തം വിതരണ സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചേട്ടാ, വിഷു ഒക്കെ അടുത്തിരിക്കല്ലേ, അപ്പൊ നമ്മുടെ ഇത്തവണ നമ്മുടെ വിഷു കളറാക്കാൻ വേണ്ടി മാർക്കറ്റിൽ വന്ന ലൈറ്റ് ഏതാ? ഇപ്പോ നമ്മളുള്ള ഐറ്റം ജോളി ബോബി മോക്ടെയിൽ എന്ന് പറയും. ഇത് ഈ ബോക്സിൽ 3 ടൈപ്പാണ് വരിക. ഇങ്ങനെ 3 നമ്മുടെ ഫാൻറ്റിയും ഇതുപോലെ ടിൻ ബീർ ഇങ്ങനെ വരില്ലേ, അതുപോലെ ഒരു ഐറ്റമാണിത്. ഇത് ഫുള്ള് ക്രാക്ലിംഗ് ആണ്. 3 ടൈപ്പ് ക്രാക്ലിംഗ് ആണ്. ഇത് നമ്മൾ പൊളിക്കുക, ഇതിൽ തീ കൊടുത്താൽ സ്പ്രെഡ് ചെയ്തിട്ട് ബോൾ ടൈപ്പായിട്ട് വരും. ഇത് 3 ഡിഫറെൻറ്റ് ടൈപ്പായിരിക്കും. ആ കമ്പനിയുടെ തന്നെ വേറൊരു ഐറ്റമാണ് ജോളി ബോബി ക്രാക്ലിംഗ് മാത്രമേ. ഇത് ഒരു 10 അടി 12 അടി ഹൈറ്റ് പോവും. എന്നിട്ട് സ്റ്റാറുകളായിട്ട് വിരിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മേലേക്ക് വരും. ഈ 2 ഐറ്റമാണ് ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന 2 ഐറ്റം. നിലവിൽ ഏകദേശം എത്ര പ്രൈസ് വരും ഇതിനൊക്കെ? ഇതൊക്കെ നമുക്കൊരു ബോക്സ് വരുന്നത് ഇപ്പോൾ ഒരു 400-450 റേഞ്ച് ബോക്സ് വരും 3 പീസിന്. ഇതാവുമ്പോൾ നമുക്കൊരു ബോക്സ് വരുന്നത് 500 രൂപ. ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വരുന്നത് ഏതാ? ഹയസ്റ്റ് പ്രൈസ് ഷോർട്ടുകളാണ് വരുന്നത്. മറ്റേ നമ്മളെ പൂരത്തിനൊക്കെ കണ്ടിട്ടുണ്ട്, ബോക്സുകളായിട്ട് മേലെ പോയി പൊട്ടി വീഴുന്നത് 500-600 എണ്ണം വരുന്നത്. ഒരു വട്ടം തീ കൊടുത്താൽ 510 എണ്ണം മേലെ പോകും. 1 by 1 ആയിട്ട് 6 കളറ് 8 കളറ് ആയിട്ട് മേലെ പോയി പൊട്ടി വീഴുന്നത്. പിന്നെ ഇതിൽ തന്നെ പീക്കോക്ക്, പിന്നെ ഇതാ ഇക്കൊല്ലം ട്രെൻഡായിട്ട് വേൽമുരുകൻ്റെ വേല്. ഇത് നമ്മുടെ കൈയിൻ്റെ മുകളിൽ വേലിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഐറ്റാണ്. കൈ പൊള്ളില്ല, നമുക്ക് വേല് പോലെ പിടിക്കാം. ഇത്തവണ മാർക്കറ്റിൽ ഇറങ്ങിയ സാധനമാണോ? അതെ. ഏത് ഐറ്റാണ് എല്ലാ വിഷുവിനും ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഓലപ്പടക്കത്തിന് ഒരു പ്രത്യേക ഫാൻ തന്നെ ഉണ്ട്. ഓലപ്പടക്കം ഇല്ലെങ്കിൽ വേറെ ഒന്നും പോവില്ല. ഓലുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഐറ്റം പോകുള്ളൂ. ഓല ഇല്ല പറഞ്ഞാൽ വിഷു ഇല്ല. ചൈനീസ് മെത്തേഡ് ഐറ്റങ്ങളായ ജോളി മോബി മോക്ടെയിൽ, മോബി ക്രാക്ലിംഗ്, റൊട്ടേറ്റിംഗ് കമ്പിച്ചക്രം, മുകളിൽ കയറി പൊട്ടുന്ന ഷോർട്സ് തുടങ്ങിയ വെറൈറ്റി ഐറ്റങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പടക്കങ്ങളുടെ വിലയിൽ ചെറിയ വർധനവുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഞാൻ 5 വർഷമായിട്ട് ഇവിടെ നിന്നാണ് സാധനം എടുക്കാറ്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യുദ്ധം കാരണം ഭയങ്കര കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം വിഷുവിനൊക്കെ ഒരു 30,000 രൂപയുടെ സാധനം എടുക്കുന്നിടത്ത് 10,000 രൂപയുടെ സാധനമാണ് ഇപ്രാവശ്യം എടുക്കുന്നത്. അത് പടക്കം എന്നല്ല, എല്ലാ മേഖലയിലും നമ്മൾ സൂപ്പർ മാർക്കറ്റാണ്, അപ്പോൾ എല്ലാ മേഖലയിലും അത് ബാധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള പ്രധാന ഐറ്റം ഏതാണ്? എല്ലാ വർഷവും സ്ഥിരമായി കൊണ്ടുപോകുന്ന ഐറ്റം ഏതാണ്? അല്ല, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഓലപ്പടക്കം തന്നെയാണ് മെയിൻ. ഇതിൽ ബാക്കിയുള്ളതൊക്കെ ഒരു സൈഡാണ്. അത് ആണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഒരു 50% ഓലപ്പടക്കവും ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു 50% മേടിക്കാറ്. ഈ യുദ്ധം കാരണം കെമിക്കൽ റേറ്റ് കയറി. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണോടത്ത് കെമിക്കൽ റേറ്റ് കയറി കാരണം ഇത് നമ്മുടെ ക്രൂഡ് ഓയിൽ നിന്നാണ് കെമിക്കൽ എടുക്കുക. ഈ വെടിയുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണ കെമിക്കൽ എടുക്കുന്നത് ക്രൂഡ് ഓയിൽ വരാത്ത അവസ്ഥ വന്നപ്പോൾ റേറ്റ് ഇൻക്രീസ് ആയി. 20-25% ഇൻക്രീസ് ആയി. നമുക്കിപ്പോൾ റംസാൻ ഒരു മാസം മുന്നേ വന്നുകൊണ്ട് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില ഷോർട്ടേജ് വന്ന സാധനങ്ങൾ മാത്രം നമുക്ക് റേറ്റ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓലയ്ക്കും എല്ലാ കൊല്ലം ഷോർട്ടേജ് ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലം വെടിക്കെട്ടുകൾ കൂടി കാരണം അത് കിട്ടാത്തതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കൊല്ലം വെടിക്കെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ 365 ദിവസമുള്ള ഷോപ്പായതുകൊണ്ട് നമുക്ക് ഓൾറെഡി നമ്മളിൽ സ്റ്റോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുത്തു പോകുന്നു മാത്രം. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെറുകിട പടക്ക കച്ചവടക്കാരും തെരുവോര കച്ചവടക്കാരും വിപണി കൈയടക്കുകയാണ്. കുട്ടികൾക്കൊപ്പം മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വർണ്ണാഭമായ പടക്കങ്ങളാണ് കടകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും ഗതാഗത ചെലവുകളും വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്നും, എന്നിരുന്നാലും വിഷു ആഘോഷങ്ങളിൽ പടക്കങ്ങൾ ഒഴിവാക്കാനാകാത്ത ഘടകമായതിനാൽ ആവശ്യക്കാർക്ക് കുറവില്ല എന്നും വ്യാപാരികൾ പറയുന്നു. അതേസമയം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഫയർഫോഴ്സും പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനധികൃത സ്റ്റോളുകളിൽ നിന്നും പടക്കങ്ങൾ വാങ്ങരുതെന്നും കുട്ടികൾ പടക്കം പൊട്ടിക്കുമ്പോൾ മുതിർന്നവരുടെ മേൽനോട്ടം നിർബന്ധമാണെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. തീപിടുത്തം പോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വെള്ളം, മണൽ തുടങ്ങിയവ സമീപത്ത് കരുതണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷുദിനം അടുക്കുമ്പോൾ വിപണിയിലെ തിരക്കിനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ആഘോഷങ്ങളുടെ ആവേശം ഉയർത്തിക്കൊണ്ട് പടക്ക വിപണി ഇത്തവണയും ഉണർവോടെ മുന്നേറുകയാണ്. CNTV ചങ്ങരംകുളം.